നമ്മുടെ ജീവൻ അറ്റുപോകുന്ന ആ സമയം മനുഷ്യന്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. മനുഷ്യന്റെ മുഴുവൻ നിസ്സഹായ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കി സ്വർഗത്തിലെ സകല മഹത്വങ്ങളും വേണ്ട എന്ന് വെച്ച് ഭൂമിയിലേക്ക് വരികയും നമ്മളിലൊരുവനായി ജനിച്ച് ജീവിച്ച് മരണം പ്രാപിക്കുകയും സംസ്കരിക്കപ്പെടുകയും പുനരുത്ഥാനം ചെയ്യുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന സർവർക്കും ഐഹികമായി ജീവിതത്തിനപ്പുറത്ത് ശാശ്വതമായൊരു ജീവിതം ഉണ്ട് എന്ന് പ്രത്യാശ നൽകുകയും ചെയ്ത ഏക ദൈവം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹ മാത്രമാകുന്നു. ദൈവവിശ്വാസം എപ്പോഴാണ് ആവശ്യം എന്നാൽ മനുഷ്യൻ നിസ്സഹായനാകുമ്പോൾ മാത്രം മതി. നിസ്സഹായനായ ഒരു മനുഷ്യൻ ആ സമയത്ത് മാത്രം ദൈവത്തിൽ ആശ്രയിക്കാൻ ശ്രമിച്ചാൽ അത് പൂർണ്ണ അർത്ഥത്തിൽ അത് പ്രതിഫലിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ നന്നായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആരംഭം മുതൽ ദൈവവിശ്വാസം നിലനിർത്തുവാൻ ദൈവം ഈ ലോകത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങളിൽ ഏറ്റവും ശക്തമായ ക്രമീകൃതമായ ഒന്നാണ് കുടുംബം. 42 വർഷത്തിന് മുമ്പ് തന്നെ ഈ ബേബിച്ചാനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ 10 വയസ്സ് പ്രായമുള്ള 5ാം ക്ലാസ് വിദ്യാർത്ഥിയായി നടുവട്ടം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഈ അച്ചായന്റെ മൂത്ത മകൻ ബിജു എം മാമൻ എന്ന ബിജു മാമൻ എൻ്റെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയാണ്. 5 വർഷം 10ാം ക്ലാസ് പൂർത്തീകരിക്കുന്നത് വരെ ഞങ്ങൾ ഒന്നിച്ച് ഒരേ ബെഞ്ചിൽ തന്നെ ഇരുന്ന് ക്ലാസ്സിൽ മുൻപന്തിയിൽ ഇരുന്ന് പഠിച്ച് പൂർത്തീകരിച്ചു പോയവരാ. എൻ്റെ മാതാവിൻ്റെ കുടുംബവുമായി ബേബിച്ചാന് ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് കുറച്ചുകൂടെ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ബേബിച്ചാനെ ആദ്യമായി അറിയുന്നത് ബിജുവിൽ നിന്നാണ്. വളരെ സൗമ്യനും ശാലീനനും വളരെ മാതൃകാപരമായി പെരുമാറ്റം കൊണ്ട് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധ നന്നായി ഞങ്ങളെ ആകർഷിച്ചിട്ടുള്ള ഒരു മാന്യദേഹമാണ് ബിജു. അപ്പൊ ബേബിച്ചാനിൽ നിന്ന് അമ്മാമയിൽ നിന്ന് ഈ മുട്ടക്കുളത്ത് വീട്ടിൽ ലഭിക്കുന്ന പരിശീലനത്തിൽ നിന്നാണ് പള്ളിയിലായാലും പള്ളിക്കൂടത്തിലായാലും ആളുകൾ പെരുമാറുന്നത്. അവിടെ നമുക്ക് ഇങ്ങനെ ആയിരിക്കണം പെരുമാറ്റമെന്ന് വീട്ടിൽ പറയുകയല്ലാതെ പുറവിന് നടന്ന് അവരെ അങ്ങനെയാക്കാൻ സാധിക്കുകയില്ല. അത് നൈസർഗികമായി ആ എക്സ്പ്രഷൻസ് വരണം. അതിന് നല്ല പ്രാർത്ഥനയും നല്ല ചിട്ടയും ദൈവാശ്രയ ബോധം ഉള്ളവരായിരിക്കണം വീട്ടിലുള്ളവർ. വർഷങ്ങൾക്ക് മുമ്പ് ബിജുവും ടിജുവും മഞ്ജു വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായി ഞാൻ 1-2 പ്രാവശ്യം കുടുംബമായി എന്നെ ഞാനുള്ള പല സ്ഥലങ്ങളിൽ വന്ന് കണ്ടിട്ടുണ്ട്. ഈ കുടുംബത്തിൽ തന്നെ അമ്മാമയുടെ സഹോദരി പുത്രനായി അമേരിക്കയിലുള്ള അലക്സ് ജോർജ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനുമായി പരിചയപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം അലക്സ് എന്നെ വിളിച്ചു. ആ ഒരു ബന്ധത്തിൽ കൂടിയാണ് ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പം മക്കൾക്ക് പിതാവിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ കാണും നിശ്ചയമായും. എന്നാൽ അതിലുപരിയായി ആ കുടുംബത്തിലോട്ടുള്ള ബന്ധം ഈ അമ്മാമയുമായി മാത്രമുള്ള ആ അലക്സ് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പ്രാർത്ഥനാ നിർഭരമായ ജീവിതം. ബേബിച്ചാനെ സംബന്ധിച്ച് ഈ പള്ളി എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയ്ക്കുള്ളതാണ്, മറ്റൊന്നിനും ഉള്ളതല്ല. അപ്പോൾ പള്ളിയിൽ വരും, പ്രാർത്ഥിക്കും, ഉദ്യോഗത്തിൽ പങ്കെടുക്കും, കമ്മിറ്റിയിലെ അംഗമായിട്ടുണ്ട്, ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ദേശത്ത് നമ്മളിൽ ഒരുവനായി ജനിച്ച് ജീവിച്ചതാണ്. ആളുകൾ സാധാരണത്തിൽ നിന്ന് വിഭിന്നമായി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നടത്തുന്നതെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോഴവിടെ ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ ദൈവത്തോടുള്ള ഭയഭക്തിയിൽ
ഈ താൽക്കാലിക ജീവിതത്തിന് അതീതമായ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടും അതിനുള്ള മുന്നൊരുക്കത്തോടും കൂടി വിശ്വാസപൂർവം ജീവിച്ച ഒരു കർത്തദാസനെയാണ് സംസ്കരിക്കുവാനായി നാം ഇപ്പോൾ ഒരുങ്ങുന്നത്. 3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാനെന്ന് പറയേണ്ടതായി തോന്നുന്നു. ഒന്നാമത്, കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നതായ ഈ ബേബിച്ചാൻ ഈ അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടവും ഏറ്റവും മഹത്തായ ഒരവസ്ഥയിലേക്ക് പോകുന്നുവെന്നുള്ളത് ക്രിസ്ത്യാനികളായ നാം എല്ലാം പ്രത്യാശയോടെ കാണേണ്ടതാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ക്രിസ്തുവിൽ പുനർജനിച്ച ഈ വ്യക്തി, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവത്തിലെ ഒരു അംഗമായി തീർന്ന ഈ വ്യക്തി ഈ താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഇതിൽ നിന്ന് ഉന്നതമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ആളുകളെ പുകഴ്ത്തുകയും ആരോഗ്യവും സൗന്ദര്യവും പണവും പ്രതാപവും ഉള്ളവരുടെ കൂടെ കൂട്ടുപിടിച്ച് ജയ് വിളിച്ചു പോകുന്ന ചിത്രമാണ് നാം ഇപ്പോഴത്തെ കണ്ടംപററി സൊസൈറ്റി കാണുന്നത് സാധാരണ ജീവിതത്തിൽ. എന്നാൽ ഇതങ്ങനെയല്ല. ഇവിടെ വായിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിർദ്ദേശത്തിൽ നൽകുകയാണ്. ഒരു വിത്ത് വിതയ്ക്കപ്പെടുന്നത് പോലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ഇത് ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയിൽ ഇത് ഉയർത്തെഴുന്നേൽക്കുക. ഇത് നിസ്സാരമായ ഒരു മണ്ണിൽ നിന്ന് വന്ന ഒന്നായിട്ട് ഒരു വിത്തായിട്ട് തോന്നുന്നു. എന്നാൽ ഇത് നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ജീവിതത്തിന്റെ പ്രതിഭാസത്തിലേക്ക് പോവുകയാവുന്നു എന്നുള്ളത് വിശ്വാസമാണ്. ആളുകളെല്ലാം എന്തിലെങ്കിലും വിശ്വസിക്കുക, പലതിലും വിശ്വസിക്കുക എന്നൊക്കെ പറയും. ആ വിശ്വാസമുള്ളതൊക്കെ മണ്ണിലേക്ക് വെക്കുന്നത് വരെ നിലനിൽക്കുകയുള്ളൂ. മണ്ണിൽ മൃതിയടയുന്ന ഒരു മനുഷ്യൻ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഉയർന്ന് സ്വർഗീയമായ ശരീരം പ്രാപിക്കുക എന്ന പ്രത്യാശ ലോകത്തിൽ തന്നിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹ മാത്രം. ആ വിശ്വാസം നമുക്കുള്ള അവകാശമാകുന്നു, നമുക്കുള്ള പ്രതിഫലമാകുന്നുവെന്ന് ജീവിച്ചിരിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. മണ്ണിൽ നിന്ന് എടുത്തിരിക്കിയാൽ മണ്ണിലേക്ക് തന്നെ ഇത് തിരിച്ചു ചേരും. മണ്ണിൽ നിന്ന് എന്ന് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തെങ്കിലും അതിന്റെ ശരിയായ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പൊടി എന്നാണ് ഉപയോഗിക്കേണ്ടത്. കൗക്കോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മണ്ണെന്നല്ല. മണ്ണാകുമ്പോൾ ഇച്ചിലൂടെ ഒരു കോൺക്രീറ്റ് ആയ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പുള്ളതാണ്. അത് നാം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഈ ഭിത്തിക്കൊക്കെ കാണുന്ന അഴകും ആ ഒരു പ്രകാശതയും നമ്മുടെ മുഖത്തിന് ലഭിക്കണമെങ്കിൽ ഇത് മണ്ണുകൊണ്ട് മാത്രമല്ല, അത് നല്ല സിമെന്റ് പൊടി കൊണ്ട് ഒന്ന് മൂടി നല്ല ഫൈൻ ആർട്ടായിട്ട് നമ്മളെ സൃഷ്ടിക്കണം. അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. മണ്ണാണെങ്കിൽ ഇച്ചിലൂടെ നിൽക്കാൻ പറ്റും, പൊടിയാണെങ്കിൽ ഒരു കാറ്റ് വന്നാൽ മതി, ഒരു തുള്ളി മഴവെള്ളം വീണാൽ മതി, പൊടിയുടെ കാര്യം കറഞ്ഞു. സത്യത്തിൽ അത്രയുമേ ഉള്ളൂ. ദ ട്രാൻസിയൻസി ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരത, മനുഷ്യ ജീവിതത്തിന്റെ താൽക്കാലികമായ അവസ്ഥയാണ് ആ കാണുന്നത്. എന്നാൽ ഇനിയും കാണാൻ കഴിയാത്തത് കൊണ്ട്, ഇനിയും കേൾക്കാൻ കഴിയാത്തതുകൊണ്ട്, ഇനിയും സംസർഗം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, ഇനിയും കൊടുക്കൽ വാങ്ങില്ലാത്തത് കൊണ്ട് ഇതോടുകൂടി ഈ പിതാവിനോടുള്ള ബന്ധം തീർന്നുവെന്ന് നാം വിചാരിക്കരുത്. സാധാരണ മനുഷ്യരുടെ ഈ ലോകത്തിലെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അല്ലാത്തവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഡിസ്റ്റിങ്റ്റീവായ ഫീച്ചർ ഒന്നാണ്. അത് മറ്റൊന്നുമല്ല, ഈ ലോകത്തിന് അതീതമായ ഒരു ലോകമുണ്ടെന്നും അവിടെ ജീവനുണ്ടെന്നും അവിടെ നിത്യജീവനുണ്ടെന്നും കർത്താവ് രണ്ടാമത് വരുമെന്നും ന്യായവിധിക്ക് ശേഷം നിത്യമായി അവനോടൊപ്പം പാർക്കുമെന്നുള്ളത് ലോകത്തിന്റെ ചിന്തയിലോ ഒരു പ്രത്യയശാസ്ത്രത്തിലോ പെട്ടതല്ല. അതാണ് റിയൽ റിലീജിയൻ ആൻഡ് ഫെയ്ത്ത്. ദാറ്റ് ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. മറ്റുള്ളതിലൊന്നുമല്ല. നമ്മൾ താൽക്കാലികമായി ജീവിക്കുമ്പോൾ ആർക്കും പ്രയാസം ഉണ്ടാകാതിരിക്കാൻ നീ എന്തിലെങ്കിലും ഒന്ന് വിശ്വസിക്കാൻ പറയും. അതിലൊരു അർത്ഥവുമില്ല. വിശ്വസിക്കുന്നത് എന്താണെന്നും അതിന്റെ മഹത്വം എന്താണെന്നും അതിന്റെ പ്രതിഫലം എന്താണെന്നും ജീവിച്ചിരിക്കുന്ന നാം അറിഞ്ഞു തന്നെ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പൗലോസ്ലീഹ തന്നോടൊപ്പം സുവിശേഷ വേല ചെയ്ത ഒനേസിഫോറസിനെ ഓർക്കുന്നത് കൃത്യമായി നാം തിരിച്ചറിയേണ്ടതാണ്. 2 തലങ്ങളിൽ അതുണ്ട്. നാം ഏത് ഡിനോമിനേഷൻ വിശ്വസിച്ചാലും ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഈ ലോകത്തിൽ മാറ്റം ചെയ്യാൻ കഴിയാത്തതും അത് അപ്രായോഗികമായി എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ തലത്തിൽ മാത്രമുള്ളതുമായ ജീവന്റെ വചനമാണ് സത്യവേദ പുസ്തകം, തിരുവചനം.
ആ വചനത്തിന്റെ തീമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 16-18 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടക്കുളത്ത് ബേബിച്ചാൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ദൈവമേ, ആ വീട്ടുകാരോട് ദൈവം കരുണ ചെയ്യട്ടെ. ഇതാണ് ഒന്നാമത്തെ ഒരു ചിന്ത. പൗലോസ്ലീഹ അവിടെ പറയുന്നത്. പൗലോസ്ലീഹ സംസ്കാരത്തിന് ചരമപ്രസംഗം നടത്തുവല്ല, പിന്നീട് തീമത്തിയോസിന് ഇടയലേഖനം എഴുതുമ്പോൾ തൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ച സുവിശേഷ തൽപരനായ ഒരു വ്യക്തിയെക്കുറിച്ചും കൂടെ തീമത്തിയോസിന് എഴുതി അറിയിക്കുന്നത് ക്രിസ്തീയ സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ നമ്മെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതരേഖയാണ്. അതിനെ മാറ്റാൻ ഇപ്പോൾ ഭൂമിയിൽ ജീവനോടുള്ള ആർക്കും അധികാരമില്ല. കുടുംബത്തെ ഓർത്ത് വെറുതെ അനുസ്മരിക്കുക. കരുണ. എവിടെയാണ് കരുണയുടെ ആവശ്യം? എന്റെ പ്രവൃത്തിയുടെ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ഒരുവന്റെ വിശ്വാസം മൂലമാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ചുറ്റും ചിലത് ആളുകൾ ഞാനത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ ഇന്നത് പ്രാപിച്ചു, ഇന്നത് തിരിച്ചറിഞ്ഞു, ഇന്നത് വാഗൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇന്നതൊക്കെ അവിടെ ഇവിടെ എഴുതി പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ക്ലെയിം ചെയ്യും. എനിക്ക് അവകാശപ്പെട്ടത്. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുവാണ്, മനുഷ്യൻ തന്റെ പ്രവൃത്തിയിൽ ഇങ്ങനെ പുകഴാതിരിപ്പാൻ ഒരുത്തന്റെയും പ്രവൃത്തിയാലല്ല. അത് തികയത്തില്ല. ഇവിടെ വിശുദ്ധരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ പ്രവൃത്തി തുലനം ചെയ്താൽ അത് തികയത്തില്ല. കുറച്ച് കടം വരും അപ്പുറത്തോട്ട് പോകാനേ. ഈ തികയാതിരിക്കുമ്പോൾ അതിനെ എങ്ങനെ തികയ്ക്കും? അനർഹരായ ആളുകൾക്ക് അർഹത നൽകുന്നതിന് ദൈവം സ്നേഹപൂർവം വാരി വിതറുന്നതിന്റെ പേരാണ് കരുണയും കൃപയും. അതില്ലാതെ ഒരൊറ്റ മനുഷ്യൻ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാനോ നിത്യജീവൻ പ്രാപിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് വ്യക്തമായി തീമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. ആ ദിവസത്തിൽ ഇങ്ങനെ പറഞ്ഞാണ് പ്രായമുള്ളവരൊക്കെ പഠിച്ചിരിക്കുന്നത്. ചെറുപ്പത്തിലും ഇപ്പൊ നമുക്ക് ബൈബിൾ സൊസൈറ്റി ആണല്ലോ ഇങ്ങനെ പോപ്പുലറായ വേദപുസ്തകം എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. നല്ല കാര്യം. ആ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആ ദിവസത്തിൽ നിന്നാണ്. അപ്പൊ ആളുകൾ ചോദിക്കുക, ആ ദിവസം എന്ന് പറഞ്ഞാൽ എന്തോ പപ്പ മമ്മി, അത് ബർത്ത്ഡേ ആണോ അതോ ഓണമാണോ ക്രിസ്മസ് ആണോ? ആ ദിവസം എന്നേ പറയുന്നുള്ളൂ. ഇത് വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് പോലും ഈ ആ ദിവസം ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരൻ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഇപ്പോഴത്തെ വേർഷനിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ വ്യക്തത വരുത്തി, ന്യായവിധി ദിവസത്തിൽ. അവ്യക്തതയൊന്നും വേണ്ട. എന്താ? ന്യായവിധിയുടെ ദിവസത്തിൽ ഒനേസിഫോറസിന്, അദ്ദേഹം ഇല്ല, കടന്നുപോയിട്ട് ഒത്തിരി വർഷമായേ, വീട്ടുകാരുടെ കാര്യമല്ല, ഒനേസിഫോറസിന് കർത്താവിന്റെ പക്ഷത്ത് നിന്ന് കരുണ കണ്ടെത്തുവാൻ സംഗതിയാക്കട്ടെ. എന്താണെന്ന് എന്നിൽ നിന്ന് കേട്ടവർ ഇനിയുള്ള സമയങ്ങളിൽ സ്വയമായി ചിന്തിച്ചാൽ മതി. ഒനേസിഫോറസ് മരിച്ചു പോയതിനു ശേഷം ന്യായവിധിയുടെ ദിവസത്തിൽ ആ വ്യക്തിക്ക് കർത്താവിന്റെ പക്ഷത്ത് നിന്ന് കരുണ കണ്ടെത്തി നിത്യജീവൻ പ്രാപിക്കുവാൻ. എന്തിനാ കരുണ കണ്ടെത്തുന്നത്? അവന് സുവിശേഷ വേലയിൽ തൽപരനായിരുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച് എന്റെ ഹൃദയത്തെ തണുപ്പിച്ചവനാ. അല്ലാതെ പള്ളിയിലും പരിസരത്തോ അല്ല മറ്റേതെങ്കിലും സ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയ ഒരാളല്ല. അവന്റെ ഹൃദയത്തെ, ഒരു മനുഷ്യന്റെ സുവിശേഷ വേലയെക്കുറിച്ച് പല ആശങ്കകളും അസ്ഥിരതകളും അവ്യക്തതകളും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ദാസനെ ആശ്വസിപ്പിക്കുന്ന സുവിശേഷ തൽപരനായ ഒനേസിഫോർ ദൈവസന്നിധിയിൽ കടന്നുപോയ ആ വ്യക്തിക്ക് ആ ന്യായവിധി ദിവസത്തിൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് സംഗതിയാക്കട്ടെ. ഇത് കൃത്യമായ പ്രാർത്ഥനയാണ്. This is a prayer, this is a wish, and this is a dream about Onesiphorus by Saint Paul. നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ് വൈകിട്ട് വീണ്ടും ആളുകൾ ചോദിക്കും, ഞാനത് പറഞ്ഞിട്ടില്ലെന്ന് നിഷേധിക്കുന്നവരെ പോലെയല്ല. എന്റെ ശരീരം ഭക്ഷിക്കുന്ന, എന്റെ രക്തം കുടിക്കുന്നവൻ എന്നിലാദ്യമേ, എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തു. മൂന്നാമതായി, മനുഷ്യരുടെ താൽക്കാലികമായ ജീവിതത്തിൽ പിതാവും വല്യപ്പച്ചനും അങ്ങനെ വിവിധ റോളുകളിൽ ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ
ഐഹികമായ ജീവിതത്തിൽ നിന്ന് വിട്ടുപിരിയുമ്പോഴുണ്ടാകുന്ന വേർപാട്, ആ വേർപാട് വരുത്തുന്നതായ ദുഃഖം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഒരു അസാന്നിധ്യം, ഒരു ശൂന്യത സാധാരണക്കാരായ നമ്മൾക്ക് തോന്നുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ നടുങ്ങും, നെടുവീർപ്പെടും. അങ്ങനെ നിനക്ക് പ്രിയനായവൻ, അല്ല ഞങ്ങൾക്ക് പ്രിയനായ സഹോദരന്റെ കാര്യമല്ല, യേശുവേ നിനക്ക് പ്രിയനായ ലാസർ ഇങ്ങനെ ശയ്യാലംബനായി രോഗം ബാധിച്ച് മരണാസന്നനായി കിടക്കുന്നു എന്ന് അറിയിച്ചിട്ട് ഈ പള്ളിപ്പാട്ടുള്ള പ്രദേശത്തുള്ളവരും ലോകത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരായ ആളുകളും യേശുക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടതിന് യേശു തമ്പുരാൻ യഹൂദിയിൽ തന്നെയായിരുന്നു. 4-ാം ദിവസം ആ ഭവനത്തിന്റെ ആ കല്ലറയിൽ എത്തുമ്പോൾ സഹോദരി തന്നെ പോസ്റ്റ്മോർട്ടം ആഫ്റ്റർ ഡെത്ത് എന്ന വാക്കിന്റെ അർത്ഥം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായി പറയുന്നത് ഇനിയും ഞങ്ങളെ അസഹ്യപ്പെടുത്തേണ്ടതില്ല. We expected your esteemed presence 3 days before, but now it is the 4th day and every hope of resurrection or restoration has been gone എന്ന് കർത്താവിനോട് പറയുമ്പോൾ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനെന്ന് അരുളിച്ചെയ്യുക മാത്രമല്ല, യേശു തമ്പുരാൻ ആ ഭവനത്തിൽ വന്ന് അവരുടെ ആതിഥ്യം സ്വീകരിക്കുമ്പോൾ സ്നേഹപൂർവ്വം അവനെ വിളിച്ച പേരുണ്ട്, ലാസർ എന്ന. ഇപ്പൊ അവൻ പൊടി രൂപത്തിലായതുകൊണ്ടും അവൻ ദുർഗന്ധം വമിക്കുന്നവനായതുകൊണ്ടും അവനെ ഈ പേര് വിളിക്കാമോ നമുക്ക് സംശയം തോന്നാം. പക്ഷേ what Jesus used to call him when he was alive, Jesus still calling his by his phone name Lazarus. അതുകൊണ്ട് ഇപ്പോഴും യേശുവിന്റെ സന്നിധിയിൽ അവൻ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. അങ്ങനെ മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവനാകുന്നുവെന്ന് യേശു തമ്പുരാൻ തെളിയിച്ചു. യേശു തമ്പുരാനെ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ മാന്യമായ ഒരു ചിത്രമാണ് 4 സുവിശേഷകരും ഈ പീഡാനുഭവത്തിന്റെ വർണ്ണനയിൽ നൽകുന്നത്. അതിനേക്കാൾ നീചവും നികൃഷ്ടവുമായ പ്രവൃത്തിയാണ് മനുഷ്യർ അദ്ദേഹത്തോട് ചെയ്തത് എന്ന് നമുക്കറിയാം. ഒരു തലത്തിലും കർത്താവ് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞിട്ടില്ല. കർത്താവ് നിലവിളിച്ചു എന്ന കീറുക്സോ എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം ക്രൈയിങ് ഔട്ട്, പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കും അത് തന്നെയാണ്. എന്നാൽ യേശു തമ്പുരാൻ ഈ സഹോദരിമാരുടെയും അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്ന യഹൂദന്മാരുടെ കണ്ണുനീരും കണ്ട് അവരുടെ വേദനയെ ഉൾക്കൊണ്ടുകൊണ്ട് യേശു തമ്പുരാന്റെ കണ്ണിൽ നിന്ന് ബാഷ്പാഞ്ജലി പൊഴിഞ്ഞു. ഇത് തപ്തഹൃദയരായ ഈ അമ്മാമയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ആശ്വാസത്തിന്റെയും കരുതലിന്റെയും ഒരു നിക്ഷേപമാണ്. അങ്ങനെ സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനത്താൽ ക്രിസ്തുവിന്റെ അനുഭവമായ സ്നേഹ സാന്നിധ്യത്താൽ ദുഃഖാർത്ഥരായ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ പിതാവ് സ്വർഗീയ മഹോന്നതങ്ങളിൽ മാലാഹമാരുടെയും വിശുദ്ധന്മാരുടെയും ഗണത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി ഐഹിക ശരീരം ഉപേക്ഷിച്ച് സ്വർഗീയ ശരീരം ധരിച്ച് ക്രിസ്തുവിനെ എതിരേൽക്കുവാനിടയാകട്ടെ. പ്രാർത്ഥനാപൂർവമായ യാത്രാ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം തപ്തഹൃദയരായ നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ.